ജോളോ ചിപ്പ് ചാലഞ്ച് ഞാൻ എന്റെ ഫാമിലിയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. No, you can. കഴിഞ്ഞു, നിങ്ങൾ ചാലഞ്ച് കംപ്ലീറ്റ്. കുറച്ചുകൂടെ മമ്മിക്ക് കൊടുക്കണമായിരുന്നു. മമ്മിക്ക് ഒരു ടേസ്റ്റ്. ഇതിന്റെ കണ്ണ് കണ്ടതിന്. So hi everyone, welcome back to the another energetic episode of Shrika Vlogs. Guys, ഇന്നത്തെ വ്ളോഗ് ശരിക്കും എനർജറ്റിക് ആവാൻ പോവാണ്. ഞാൻ ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചാലഞ്ചിങ് വീഡിയോ എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നൊന്നര പണിയായിട്ടാണ് ഗൈസ് ഞാൻ വന്നേക്കുന്നത്. എന്താ ചാലഞ്ച് എന്ന് പറയുന്ന മുമ്പേ ഇവർക്ക് ചാലഞ്ച് കൊടുക്കുമ്പം ഇവർക്ക് എന്തൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഐറ്റംസ് വാങ്ങിച്ചേക്കുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഐസ്ക്രീം, നമ്മുടെ കുറച്ച് കാഡ്ബറി, പിന്നെ കുറച്ച് കോൾഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെയാണ് അവർക്ക് ഞാൻ ടച്ചിങ്സിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ചാലഞ്ച് വീഡിയോ ആക്ച്വലി കുറെ വർഷം മുമ്പേ തൊട്ട് തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ്. ബട്ട് ഞാൻ എന്ന് യൂട്യൂബ് ഞാൻ കുറച്ചൊക്കെ സീരിയസ്ലി എടുത്തു. ആ സമയം ഞാൻ ഓർത്തായിരുന്നു എന്റെ ഫാമിലിയും കൊണ്ട് ഈ ഒരു ചാലഞ്ചിങ് വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാൻ ആ സംഭവം എന്റെ കൈ കിട്ടി ഗൈസ്. ഒന്ന് ഗസ് ചെയ്യോ? നിങ്ങൾ ഗസ് ചെയ്യ. ആ സമയം കൊണ്ട് ഞാൻ സാധനം ഒന്ന് എടുത്തോണ്ട് വരട്ടെ. തിരിഞ്ഞുപോയി. വെയിറ്റ്. ശവപ്പെട്ടി. നമ്മുടെ ജോളോ ചിപ്പ് ചാലഞ്ച് ഞാൻ എന്റെ ഫാമിലിയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. എന്റെ ഗോഡ്, കണ്ടില്ലേ, പെട്ടിയെ പോലെ ആയി ലാസ്റ്റ് വരുന്ന എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് മമ്മിയും ശ്രീജുമാണ്. അപ്പൊ ഞാൻ അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. ഗൈസ്, ആർ യു റെഡി? യെസ്, നിങ്ങൾ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. യെസ്. സാധനം എടുക്ക്. ലാസ്റ്റ് ഓക്കെ, അപ്പം നമുക്ക് ഈ ജോളോ ചിപ്പിനെ പറ്റി കുറച്ചൊന്നും ഇവർക്ക് ശ്രീജിന് അറിയാം. മമ്മിക്ക് വേണ്ടിയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും സ്പൈസി കൂടിയ ഒരു ചിപ്പാണ്, ഇല്ലടാ? ചിപ്സ് ആണ് ഇത്. സോ ഒന്നേ ഉള്ളൂ ഇതിനകത്ത്. സോ അവനാണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ജോളോ ചിപ്പ്. നമ്മളിപ്പോ ഹോളിൽ വെച്ചാണ് ഇത് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്, ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചായിരുന്നു. അപ്പൊ വെട്ടത്തിന്റെ കുറച്ച് ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ അവിടെ നിന്ന് നമ്മളിപ്പോ ഹോളിലോട്ടാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അവരൊക്കെ ഭയങ്കര ത്രില്ലാണ്. ഫസ്റ്റ് ടൈം ആണല്ലോ ഞാനും. നിങ്ങൾ ഇത്രയും ടച്ചിങ്സ് മാത്രം കൊണ്ടുവന്നത്? ഐസ്ക്രീം ഫ്രിഡ്ജ് കയറ്റി വെച്ചു. എന്റെ പോക്കറ്റിലുണ്ട്. ഇത് മൊത്തം കഴിക്കണം. ഓക്കെ, ഇനി ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ മെയിൻ അത് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈ തംസപ്പോ ചോക്ലേറ്റ്സോ ഐസ്ക്രീമോ അങ്ങനെ വേറെ ഒന്നും തിന്നാൻ കിട്ടത്തൊന്നുമില്ല. ഇത് നിങ്ങൾ തീർക്കണം. ഓക്കെ, 5 മിനിറ്റ് ഇത് കഴിഞ്ഞ 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റിവ്യൂ എങ്ങനെയുണ്ട്. കട്ട് ചെയ്യട്ടെ? കുറച്ച് പീസ് നമ്മൾ മമ്മിക്ക് കൊടുക്കുന്നുള്ളൂ. എനിക്ക് ഈ ഹോസ്പിറ്റലോടെ കൊടുക്കാം. പേടിക്കണ്ടാട്ടാ. ഇങ്ങനെയായിരുന്നെങ്കിൽ ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തേനെ ഗൈസ്. എനിക്ക് ഞാനെങ്കിൽ മൊത്തം നന്നായി കഴിച്ചോ കഴിക്കി ഇറക്കി കടിച്ചിറക്കി. ഇപ്പൊ തന്നെ ഇതിന്റെ എക്സ്പ്രഷൻ. അപ്പൊ ഗൈസ് ഇതാ മൊത്തണ്ട് ഒരു തുള്ളി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു തുള്ളിന് മൊത്തം പറയണ്ട, മൊത്തം കൊടുത്തത് തുള്ളി കൊടുത്ത് ഞാൻ കഴിക്കാൻ പോണേ. കഴിക്കട്ടെ? കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ, അധികം കൊടുത്തിട്ടില്ല. കഴിക്കാൻ പോവാനെ. പകുതി തിന്ന. എനിക്ക് വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ.
അമ്മയ്ക്കാണ് ഇച്ചിരി തിന്നപ്പോഴത്തേക്കും ശ്രീജു നോ അങ്ങ് എത്ര മിനിറ്റ്? 2 മിനിറ്റ് അല്ലേ? No, 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 you can. കഴിഞ്ഞു, നിങ്ങൾ challenge completed. ഇതെന്ന് പറഞ്ഞ അവര് നല്ല വറ്റലുമുളക് ഇടിച്ചു പൊടിച്ച് ചപ്പാത്തിയാക്കി തന്നതാ. ആഹാ ആഹാ ഓഹോ കൂൾ ഡ്രിങ്ക്സ് ഇച്ചിരി കുടിച്ചു വായി കവ കൊണ്ടോണ്ടിരി. ചുമന്നു guys. ഓ കരഞ്ഞു. So guys, ഓക്കെ ഗൈസ്, ഇവരൊക്കെ ഒന്ന് കൂൾ ആവട്ടെ. കൂളായിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശ്രീജു ജസ്റ്റ് ഒന്ന് ക്ലോസപ്പിൽ കൂടെ കാണിച്ചു തരാം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതാണ്. ഈ അയ്മ ഇത് സീരിയസ്ലി ഡേഞ്ചർ ആണ് കേട്ടോ. പ്ലീസ് കൊച്ചു കുട്ടികളൊക്കെ ഇത് കണ്ട് ഒരിക്കലും ഇത് കഴിക്കാനോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ് ഇത്. ഓക്കെ, ഞാൻ ആദ്യം ഓർത്ത് ഈ ചലഞ്ച് നല്ലതായിരിക്കും എന്നൊന്നും ആകത്തില്ലെന്ന്. പക്ഷെ എനിക്കൊരു ശകലമേ തന്നുള്ളൂ, എന്നിട്ട് പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇനി കുറച്ചുകൂടെ മമ്മിക്ക് കൊടുക്കണമായിരുന്നു. മമ്മിക്ക് ഒരു ടേസ്റ്റ്. ആക്ച്വലി ശ്രീജുവിന്റെ കണ്ണിന് വരെ വെള്ളം വന്നു. ശ്രീജു അത് ഫുൾ തിന്നു, എനിക്ക് അതിന്റെ ഒരു ശതമാനം പോലും തന്നില്ലെന്നുള്ളത്. എങ്ങനെ അതിന്റെ ടേസ്റ്റ്? ഡേഞ്ചർ. എല്ലാം ഉണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം തിന്നുമ്പോ ഒരു മസ്തായിട്ട് തോന്നും നമുക്ക്, പിന്നാണ് അതിന്റെ എഫക്റ്റ് തുടങ്ങുന്നത്. വയറെല്ലാം കൂടെ തീയരിയുക. സീരിയസ്ലി ഇത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുകയേ ചെയ്യരുത്. റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ ആളല്ല, ബിക്കോസ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്തത് ഇവരാണ്. ടേസ്റ്റ് ചെയ്തത് ഇവരാണ്. ഇവരുടെ എക്സ്പ്രഷൻ ലൈവായിട്ട് തന്നെ കണ്ടല്ലോ. നമ്മള് ഭയങ്കര എഫക്റ്റ് ആയി. ഫുള്ള് ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചത്. അവർ കഴിക്കുന്ന ഉൾപ്പെടെ ഉള്ള റിയാക്ഷൻ, അവരുടെ കണ്ണിൽ നിന്ന് ഇവൻ വെള്ളം വരുന്നവരെ നിങ്ങളെ ലൈവായിട്ടാണ് കാണിച്ചത്. ഐ തിങ്ക് സോ. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, സോ ഐ ഡോണ്ട് നോ. ബട്ട് സ്റ്റിൽ അവരുടെ എക്സ്പ്രഷൻ ഞാൻ കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി സ്പൈസിയാണിത്, ഒരുപാട് സ്പൈസിയാണ്. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾ ആരും ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ശ്രീജി ഇപ്പൊ രണ്ടാമത്തെ കാഡ്ബറിയാണ് എടുത്ത് കഴിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവോ? ഇല്ല ഇല്ല, ഞാനിനിയില്ല. കോടി തരാന്ന് പറഞ്ഞാ ഇല്ല. ഞാൻ ഇട്ടിട്ടത് ഇതാക്കി വെച്ചിരിക്കുന്ന സെയിം ഈ മുളക് പൊടിയായത്. എരിയുന്നു. തിന്നെ ഐസ്ക്രീം തിന്നെ. കഷ്ടം. കണ്ടില്ല ഗൈസ്, കണ്ണ് കണ്ടാ മനസ്സിലാവും. രക്ഷയില്ല. ഇനി വേണ്ട ഇങ്ങനത്തെ ചലഞ്ച് കേട്ടോ. ഇല്ല, ഇനി വല്ല ബിരിയാണി തീറ്റേ അങ്ങനത്തെ വല്ല മതിയോ? അങ്ങനെ അയ്യോ,
കണ്ണു നിന്ന് വെള്ളം ടപ്പട ഇനിയിപ്പോ അങ്ങനെ എരിഞ്ഞ് വരിക. ഞാൻ അറിയാം നാളെ. ഓക്കെ, ഇത് കഴിക്കുമ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് ഫീലിങ്സ് ആണ് നിങ്ങളുടെ ടങ്ങിലോട്ട് വന്നത്? അതൊന്ന് ഷെയർ ചെയ്യൂ. ആദ്യം എനിക്ക് ടങ്ങി വന്നത് ചെറിയ പുളിയും എരിവും നല്ല ഒരു നമ്മൾ നോർമൽ ചിപ്സ് കഴിക്കുന്ന ഒരു ഫീലിങ്സ്. ഓക്കെ ഓക്കെ ഫൈൻ. പക്കാവട. ഓക്കെ ഫൈൻ. ശ്രീജുനും സെയിം. എനിക്ക് അധികം തോന്നുന്നില്ല. ഫസ്റ്റിന് കടിച്ചു പിന്നെ നോർമലായിട്ട് തിന്നു പോയി. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കണ്ടീഷൻ ആകെ ഇല്ല. ഒരു മിനിറ്റ് അല്ലല്ലോ, ഞാൻ ചവച്ചോണ്ടിരിക്കുമ്പോ തന്നെ എന്റെ വായിലുണ്ട്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഭഗവാൻ. ആക്ച്വലി നീ ബുദ്ധി കാണിച്ച് നന്നായി മമ്മിക്ക് കുറച്ച് കൊടുത്തത്, അല്ലെ 8ന്റെ പണി കിട്ടിയത്. ഞാൻ ആദ്യം കുറച്ച് എന്തോ ഇത്രയും തരുന്ന ഇച്ചിരി കൂടി ഇങ്ങനെ മേടിക്കാം. പിന്നെ ആ ടേസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ പിന്നല്ലയോ എനിക്ക് തോന്നി. കുറച്ചൊരു സമാധാനമുണ്ട്. എന്താ ജോലി വെച്ചിപ്പെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അയ്യോ സത്യം തന്നെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിക്കും ഇവരെന്തിനാ ഇത്ര ഓവറായിട്ടൊക്കെ ഇത് ചെയ്യുന്നത്. സത്യം നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്തോരം എഫക്റ്റീവ് ആണെന്ന്. കണ്ണിന്റെ തപ്പോഴും നെഞ്ചും വയറൊക്കെ കത്തിങ്ങോണ്ടിരിക്കാറിയ എന്റെ അമ്മോ. ചുണ്ടൊക്കെ നോക്കി ചോത്തു. ഉമ്മാരി എരിവാന്നറിയോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ടൈമാണ്. സൂപ്പർ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബൈ ബൈ.